ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1849. ഇന്ന് ജനുവരി മാസം 22-ാം തീയതി. ക്രിസ്തുയേശുവിനോട് അവന്റെ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു, അങ്ങ് ഞങ്ങളെയും പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുക. ഒരു നല്ല സമീപനമാണ് അല്ലേ? വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും ഇത് വായിക്കാനായിട്ട് നമ്മളെ കാത്തുകിടപ്പുണ്ട്. എന്റെ നിങ്ങളുടെയുമൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച്, യാതനയെക്കുറിച്ചും അപേക്ഷകളെക്കുറിച്ചുമൊക്കെ കുറച്ചുകൂടി ഒരു ജാഗ്രതയും ധാരണയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കേട്ടോ. പലപ്പോഴും വാചകം മാത്രമായി പ്രാർത്ഥന മാറുന്നുണ്ട്. പ്രാർത്ഥന വാചകമല്ലെന്നും അത് ഹൃദയ വിശുദ്ധിയാണെന്നും എപ്പോഴാണ് നമ്മളൊന്ന് സമ്മതിച്ചു കൊടുക്കുക? ഈ അധരങ്ങൾ പറയുന്നതല്ല ശരിക്കും പ്രാർത്ഥന. പിന്നെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം പറയുന്നതാണ് ശരിക്കും പ്രാർത്ഥന. പ്രാർത്ഥന അതൊരു പറച്ചിൽ മാത്രമല്ല, അതൊരു ആറ്റിറ്റ്യൂഡ്, മനോഭാവമാണെന്നുകൂടി നമ്മൾ സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഈ പ്രാർത്ഥന അനുദിന വ്യായാമം മാത്രമായി, ഒരു റെഗുലർ എക്സസൈസ് മാത്രമായി ചെറുതാവുകയാണ്. നാവില്ലാത്തവരും ശബ്ദിക്കാനായിട്ട് കഴിയാത്തവരും പ്രാർത്ഥിക്കുന്നില്ലെന്നാണ് നമ്മുടെ ഒരു വിചാരം. നമ്മളുടെ ശബ്ദത്തിന്റെ ഒരു ഭംഗിയോ അതിന്റെ ഒരു ഒളിവുമോ ഒന്നുമല്ല, നമ്മളുടെ മനോഭാവം തന്നെയാണ്. ക്രിസ്തുയേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചില്ലേ? കർത്തൃപ്രാർത്ഥനയാണ്. നമ്മളതൊരു ദിവസം എത്ര വട്ടം ചൊല്ലുന്നുണ്ടാവും? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ ദൈവത്തെ പിതാവെന്ന് വിളിക്കാനായിട്ട് നമ്മളെ പാകപ്പെടുത്തുക, നമ്മളെ ധൈര്യപ്പെടുത്തുക, ശരിക്കും സജ്ജരാക്കുകയായിരുന്നു ക്രിസ്തുയേശു. യേശു അങ്ങനെ ദൈവത്തെ പിതാവെന്ന് വിളിച്ച ആളാണ്, അപ്പ എന്ന് വിളിച്ച ആളാണ്. അങ്ങനെ തന്നെ നിങ്ങളും വിളിച്ചോളാനാണ്. അങ്ങനെയാകാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും യോഗ്യത നമുക്ക് ആവശ്യമുണ്ട്? യോഗ്യതയോ ഒരുക്കമോ തയ്യാറെടുപ്പുകളോ അറിയില്ലെന്നാണെങ്കിൽ ഈ നല്ല പുലരിയിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനായിട്ട് എനിക്കെന്തെങ്കിലും പ്രത്യേക യോഗ്യതയോ ഒരുക്കമോ ഇനിയെങ്കിലും ആവശ്യമുണ്ടോ? പ്രാർത്ഥനയോടുകൂടി ആമേൻ.